ഹലോ ഗായ്സ്. ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഗാങ്സ്റ്റർ വേൾഡ്. ഇന്ന് ഞാൻ നല്ല ധൃതിയിലാണേ. വാ എന്താന്ന് വെച്ചാൽ പേരിടാനോ അല്ല, എന്തായാലും പേര് ഞാൻ അപ്പോഴും ഇടില്ല. ഒരു 10ാമത്തെ എപ്പിസോഡിലങ്ങാണ്ട് ഇന്നത്തെ പരിപാടിയാണ് മൈനിങ്. രാത്രിൻ്റെ ഉറങ്ങൂ. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. വാ കളിച്ച മാമനൊക്കെ എൻ്റെ വീടിൻ്റെ അടിയിലപ്പത്താണ്. ഇതെന്താ സംഭവം? ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ 6ാമത്തെ എപ്പിസോഡ് നമ്മുടെ പണി എന്താണെന്ന്. ഫാമിങ്. അതെ, ഒരു ഫാമിങ് തുടങ്ങാം. ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതാവുണ്ട്. ഇനി അവിടെ തന്നെ ബാഗ് പട്ടീനൊക്കെ കൊണ്ടുപോയപ്പോൾ ശരിയാണ്. ഒരു പണി ഉണ്ട്. ഞാൻ ഇതൊന്ന് കുറച്ച് രസത്. പിന്നെ പറയാൻ മുന്നുമിട്ട് ലൈക്ക്, സബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്താൽ എന്ത് കിട്ടും? എനിക്ക് നല്ല റീച്ച് കിട്ടും. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? സബ് ചെയ്യണം. അല്ല, റീച്ചല്ല, സബ് കൂടും. ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് അതിനായി അപ്പഴേക്ക് തോന്നിയാണ്. റിയൽ ലൈഫിൽ ഒരു തോന്നില്ല. അടി പരമ്പരയുണ്ട്. ഏറ്റവും വയ്യ കോടം വേണ്ടി അവിടുന്ന്. അതാ ഇത് വുഡാണ് കത്ത്. ഇതൊക്കെ വളരെ ഉണ്ട് അവിടെ കുഴിച്ചിട്ടിട്ട്. അവിടെ അപ്പുറത്ത് നിങ്ങൾക്ക് എന്താ വീടിൻ്റെ മേൽപ്പുരൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്. നമുക്കൊരു 2nd ഫ്ലോറൊക്കെ പണിയണം. അവിടെ ഫിനിഷേ കിട്ടില്ല. ഇവിടെ എന്താണ് ഒരു സ്റ്റിക്ക് വേണം, അതിനല്ലേ കണ്ടാവും. പട്ടി മച്ചാൻ സുഖമല്ലേ? അങ്ങനെ ഞാൻ അവിടെ നിറക്കുന്ന തൽക്കാലത്തേക്ക്. അതിന് 4 അളവിലേ വേണ്ടുള്ളൂ. അതിനാ മക്കളിങ്ങനെ താവണ്. ഓരേ എത്ര ചേട്ടനും കിട്ടിക്ക്. അപ്പോൾ എന്താ പ്രശ്നം? ഒരേ വുഡാണ്. ഇതിന് ഈ ഒരേ വുഡൊക്കെ ശരിക്കുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് രീതിയിലുള്ള വുഡ് ഒരേ സാധനം ഉണ്ടാക്കി അവിടെ കരയിൽ തുടങ്ങി. ഇതിന് വീടുണ്ടാക്കാൻ ശ്രമിക്കില്ല. സൗണ്ട് പറ്റല്ലേ. അവിടെ വന്ന് എൻ്റെ വാലടിച്ച് പൊടിക്കാം. ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും. അവിടെ ഒന്നുമില്ല. എന്താണത്? ഇതൊക്കെ ആരായിട്ട് അടിച്ചോണ്ട് പോണിത് ആണ് അല്ലേ? വേണ്ട, ഞാൻ എൻ്റെ പ്ലാനിങ് മാറ്റി. ഇനി ഫാമിങ് അത് കക്കി മൂടില്ല. നമുക്ക് ഞാൻ കാര്യം പറയട്ടെ.
ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോയാലോ? ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോയാലോ? ഡയമണ്ട് എന്താടാ ഇവിടെ ആയിട്ടുണ്ടല്ലോ ഇഷ്ടമായി. ഇത്രയും കിട്ടിയാണ് 4 കിട്ടി. ഇൻവെൻ്ററിയൊക്കെ സെറ്റാക്കട്ടെ. മൈനിങ് ഞാൻ ഉറപ്പിച്ചിന്ന് ഡയമണ്ട് മൈനിങ് പോയി ചത്തിച്ചേരാം. അപ്പോൾ ശരി, തത്ത ബൈ ബൈ. അല്ല, തത്ത ബൈ ബൈ അല്ല, വാ ഇപ്പം ഡയമണ്ട് മൈനിങ്ങിന് പോവാം. ഇൻവെൻ്ററിയൊക്കെ ഒന്ന് സെറ്റായി. ബാക്ക്ഗ്രൗണ്ട് അവിടെ നടക്കണം. എന്താണ് എനിക്ക് വയ്യത്. അടുത്ത എപ്പിസോഡ് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അടുത്ത എപ്പിസോഡിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയാൽ അപ്പം തീരും. അതാണ് പിന്നെ എൻ്റെ ഇൻവെൻ്ററി മച്ചാനെ. പിന്നെ ഞാനേ ചിലപ്പോൾ ഇന്ന് വരണമെന്നില്ല കേട്ടോ. 2-3 ദിവസമൊക്കെ കഴിയും. ഞാൻ എന്താ ഡയമണ്ട് മൈനിങ്ങിന് പോകണം. ഒതുങ്ങിയിരിക്കണേ. അപ്പം നമ്മുടെ അപ്പം ഇച്ചിരി പേര് കിട്ടി പട്ടിക്കല. ടുട്ടുവാകാണ്. ടുട്ടു. അതാണ് ടുട്ടുവിനൊരു പുര പണിയണം. പുര നമുക്ക് ആ വഴി പോവാം. കാരണം ആ വഴിയാണ് കുറച്ച് സേഫ്. ഇവിടെ എടുത്ത് ചാടിയാന്ന്. ബാ ഇനി ചാടാം. ഹാർട്ടോ റീഫില്ലാവും. എന്തായാലും ഹാർട്ടൊക്കെ എത്ര മതി. ഇതെന്താ പൊട്ടം തൊട്ടേ വിശക്കാണ്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ 2-3 ഇതാവും. അപ്പോൾ ഇത്ര എന്താ മൈൻക്രാഫ്റ്റ് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ എന്തായിട്ട് ഇങ്ങനെ പോലെ 14 ഉണ്ടായിരുന്നു, 6 ഈശ്വരോ ഇവന്മാരെയൊക്കെ തീർക്കാൻ 50 നിനക്ക് എൻ്റെ സെറ്റിംഗ് ആവട്ടെ. എവിടെ വീഡിയോയിലും അല്ല, ഗെയിമിൽ തന്നെ. കീപ്പിൻ ഇൻവെൻ്ററി ഓണല്ലേ? കീപ്പിൻ ഇൻവെൻ്ററി ഓണം. എനിക്ക് ചത്താലും പ്രശ്നമില്ല. വീട്ടിലൊന്ന് കൊടുത്തു എന്താ ഇപ്പം ഓടാ അവിടെ നിന്ന്. അടൻ്റെ ഷീൽഡ് പൊട്ടാനായി. ഷൂട്ടറിയാത്തവന്മാരാട്ടോ. ഇവന്മാരെ കൈ നിൽക്കുമ്പോൾ വലിയ ഹെൽത്ത് ഓറില്ല. അതേപോലെ നമ്മുടെ കയ്യിലാണ് അതവിടത്തെ. അയ്യോ, ഇതറങ്ങുമ്പോഴേക്ക് നാളെ ഒന്ന് ഇതിലോ താഴെ വീണ ഇതെവിടുന്ന? മറ്റമാരെയൊക്കെ ഡയമണ്ട് ഈ മറ്റേ അതിന് നമ്മളാണെങ്കിലോ ഒരു ഡയമണ്ട് കിട്ടിയാൽ കിട്ടിയത് അവിടെ കണ്ടു. ക്രീപ്പറേയും കൊണ്ടുള്ള ഒരു ഗുണങ്ങളൊക്കെ ഇതാണ്. മച്ചാനെ അവിടെ പൊരിഞ്ഞ വാ. അമ്പം പിടിച്ചടക്കും നിൽക്ക് എല്ലാത്തിൻ്റെ ഇതട് നിൽക്ക്. ഒരൊറ്റ ഇതുകൊണ്ടാണ് എൻ്റെ ഷീൽഡിനകത്ത്. അല്ല പിന്നെ അങ്ങനെ ഞാൻ പോവുക. അതിൻ്റെ ഷീൽഡിനെ കുറിച്ചൊക്കെ ആയിരുന്നേ. അത് ഞാൻ ടോർച്ച് കൊടുത്തില്ല. അതെവിടെ ആര് ചത്ത് ചത്തെന്നാ പിന്നെ എന്തായാലും നാളെ പോവാം. ഈശ്വരോ. അപ്പോൾ എന്നത്തെ പാർട്ടും അപ്പോൾ 6th പാർട്ട് ഇവിടെ 3 കുത്തിരിക്കാണ്. 7th പാർട്ട് ഈ 2 കഴിഞ്ഞ തൊട്ട് ഈ പാർട്ട് ഒന്നും ഇട്ടിട്ടില്ല കാര്യമായിട്ട്. എന്തായാലും സോറി. അവ ലൈക്കോ സബ് ഷെയർ പ്ലീസ്.